മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ അനധികൃത കുടിയേറ്റത്തിന് 119 ഇന്ത്യക്കാരെ കൂടി തിരിച്ചയച്ചിരിക്കുകയാണ് US. അപ്പൊ ട്രംപ് വിട്ടുവീഴ്ചയ്ക്കില്ല ഇക്കാര്യത്തിൽ എന്നാണോ വ്യക്തമാക്കുന്നത്? അല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും അവർ ഇന്ത്യക്കാരാണെന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ അവരെ സ്വീകരിക്കും. പക്ഷേ അവരെ മിലിറ്ററി പ്ലെയിനിൽ അയക്കരുതെന്നോ ചങ്ങലയിടരുതെന്നോ അദ്ദേഹം ആവശ്യപ്പെട്ടതായിട്ട് കാണുന്നില്ല. പക്ഷെ അതാണ് ഇനിയും സംഭവിക്കുന്നതെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇന്റേണലി നമുക്കുണ്ടാകും. പാർലമെന്റിലൊക്കെ ഓപ്പോസിഷൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റി നമുക്കറിയില്ല. പ്ലെയിൻ വരുന്നുണ്ടെന്നല്ലാതെ ഈ സമയത്ത് നമുക്കറിയില്ല ഏത് തരത്തിലാണ് അവരെ അയച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അത് മാറ്റിയിട്ടില്ല, അത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണെന്ന് പറയുകയാണെങ്കിൽ വീണ്ടും ഇക്കാര്യത്തിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അമേരിക്കയിലെ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ സ്വീകരിക്കുമെന്ന് മോദി പറഞ്ഞു. പക്ഷേ ഇത് എടുത്തുചാട്ടമാണോ? വരുന്നവർ ഇന്ത്യക്കാർ തന്നെയാണോ എന്ന് ഉറപ്പുണ്ട്? അല്ല, അതിലൊരു ശ്രദ്ധക്കുറവുണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയേണ്ടതായിരുന്നു അത് ഇന്ന കണ്ടീഷൻസിലാണ് നമ്മൾ തിരിച്ചെടുക്കാൻ പോകുന്നത് എന്നുള്ളത്. അതിന് പക്ഷേ നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെ എക്സ്പ്ലനേഷൻ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇത് നടന്നിട്ടുണ്ട്. അത് മിലിറ്ററി പ്ലെയിനിലാണ് അവർ വന്നിട്ടുള്ളത്. പക്ഷെ അവർക്ക് ചങ്ങലയിട്ടോന്നും നമുക്കറിയില്ല. പക്ഷെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ടാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി അതിനെ പറ്റി പറഞ്ഞത്. പക്ഷെ അത് വിദേശകാര്യമന്ത്രിക്ക് എതിരായിട്ടുള്ള വലിയ ക്രിറ്റിസിസം പാർലമെന്റിൽ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് ഈ സ്ഥിതി ഇപ്പോഴും ഇനി അയക്കുന്നത് ഏത് തരത്തിലാണെന്ന് ഉള്ള അനുസരിച്ചായിരിക്കും ഇന്ത്യയിലെ റിയാക്ഷൻ. ആ റിയാക്ഷൻ വന്നാൽ പിന്നെയും ഇതൊരു പ്രശ്നമായി മാറാനും സാധ്യതയുണ്ട്. ഈ നികുതി തീരുമാനങ്ങളിൽ ട്രംപ് ഇതിന് തയ്യാറില്ല. അപ്പൊ ഇത് ഇന്ത്യ ഇനിയിപ്പോ എങ്ങനെ ബാധിക്കും? നികുതി ടാക്സിന്റെ കാര്യത്തില് ട്രംപ് അത് കുറയ്ക്കാൻ തയ്യാറല്ലോ. അല്ല, അതിൽ പക്ഷെ അവർ പറഞ്ഞിരിക്കുന്ന റെസിപ്രോക്കൽ ടാക്സേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓരോ കാര്യത്തിലും നമ്മൾ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അവർ ഇമ്പോസ് ചെയ്യും എന്നുള്ള ഒരു തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിനേക്കാളും മുമ്പ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ട്രേഡ് എഗ്രിമെന്റിന്റെ ചർച്ച തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ആ പ്രശ്നം ഇപ്പം നമ്മുടെ മുമ്പിലില്ല. ഇപ്പം തന്നെ അടുത്ത കാലങ്ങളിൽ തന്നെ ഒരു പെർമനന്റ് ട്രേഡ് എഗ്രിമെന്റ് ഇന്ത്യയായിട്ട് ഉണ്ടാക്കാൻ ഇന്ത്യ ഓഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെഗോസിയേഷൻസ് ഇപ്പം തന്നെ തുടങ്ങും. അപ്പോൾ ആ നെഗോസിയേഷൻസിൽ വെച്ച് ഇതെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ എഗ്രിമെന്റ് ട്രേഡിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റു രാജ്യങ്ങളുള്ളത് ഉണ്ടാവുകയില്ല. പക്ഷെ ആ ട്രേഡ് എഗ്രിമെന്റ് എങ്ങനെ വരും, അത് യഥാർത്ഥത്തിൽ സ്ഥാപിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൽ തന്നെ ഈ ട്രേഡ് എഗ്രിമെന്റിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പണ്ടേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴാ ആ ഇഷ്യൂ വരാത്തത്, ഈ റെസിപ്രോക്കൽ ടാക്സേഷൻ എന്ന് പറയുന്നത് വരാത്തത് നമ്മൾ ട്രേഡ് എഗ്രിമെന്റിന് ഡിസ്കഷൻ തുടക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇഷ്യൂ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യൻ US ബന്ധങ്ങൾക്ക് ഒരു പുതിയ അധ്യായം എഴുതിയിട്ടുണ്ടോ ഈ മോദി ട്രംപ് കൂടിക്കാഴ്ച? അത് വളരെ ചരിത്രപ്രധാനമായ ഒരു സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ വാഷിങ്ടണിലെ സന്ദർശനം. അത് സാധാരണയായി ഒരു പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വരുമ്പോൾ അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളൊക്കെയാണ് ആദ്യമായി വിളിക്കുക. അക്കൂട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടുത്തി എന്നുള്ളത് തന്നെ ഒരു പ്രത്യേകതയാണ്. സാധാരണ ജപ്പാൻ, ഓസ്ട്രേലിയ, ജർമ്മനി അങ്ങനെയൊക്കെയുള്ള അലൈഡ് രാജ്യങ്ങളെയാണ് ആദ്യം ക്ഷണിക്കുക. പക്ഷേ പ്രധാനമന്ത്രി മോദിയെ ക്ഷണിച്ചപ്പോൾ അത് തന്നെ ഒരു പ്രത്യേകതയായിരുന്നു. പക്ഷേ ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം ചെയ്ത ചില പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു വേൾഡ് വ്യൂ ഒക്കെ പറഞ്ഞത് പലതരത്തിലും എല്ലാവർക്കും അതിശയമുണ്ടാക്കി. കാരണം അദ്ദേഹം ആവശ്യപ്പെട്ടത് കാനഡ അമേരിക്കയുടെ ഭാഗമാകണം, അല്ലെങ്കിൽ ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കണം, പാനമ കനാൽ അധികാരം ഏറ്റെടുക്കണം, അങ്ങനെ ധാരാളം സാധാരണ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ടെറിട്ടോറിയൽ ക്ലെയിംസ് അദ്ദേഹം ഉണ്ടാക്കി. അതുപോലെ ട്രേഡിൻ്റെ കാര്യത്തിലും ട്രേഡ് വാർ തന്നെ ഉണ്ടായിരിക്കുമെന്നും, അതുപോലെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊക്കെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം ചെയ്തതുകൊണ്ട് ഒരു എങ്ങനെയാണ് ഇത് വരിക, അദ്ദേഹം എങ്ങനത്തോടുള്ള സംസാരിച്ചാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നൊക്കെ
ആകാംക്ഷകളുണ്ടായിരുന്നു, എല്ലാവർക്കും ആശങ്കകളുണ്ടായിരുന്നു. ആ സമയത്താണ് പ്രധാനമന്ത്രി പോയത്. അപ്പോൾ അതുകൊണ്ട് ഇത് വിജയിക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു എല്ലാവർക്കും. കാരണം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താൽ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല. മറ്റ് രാജ്യങ്ങളുടെ സോവറിൻറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എഗ്രി ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു സന്ദർശനം നടത്തിയാൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി വളരെ കാര്യമായിട്ട് തന്നെ ഇതൊരു ബയലാട്രൽ വിസിറ്റായിട്ട് മാറ്റുകയുണ്ടായി. അതുകൊണ്ടാണ് ഇത് വിജയമായത്. കാരണം ട്രംപിൻ്റെ മറ്റ് ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസരമാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടാകുമായിരുന്നു. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം തിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് എന്നാണ്. അപ്പോൾ അതിൽ തന്നെ ഉറച്ചു നിന്നു രണ്ടുപേരും. മറ്റു കാര്യങ്ങളിലൊന്നും ചർച്ച ചെയ്യാതെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ മാത്രമായി അതിനെ ലിമിറ്റ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് മുമ്പ് ഉണ്ടായിരുന്ന ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങളിലുണ്ടായിരുന്ന ചർച്ചകളും അതിൽ അവശേഷിക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ് ചർച്ചയ്ക്ക് വന്നത്. അതേസമയത്ത് തന്നെ രണ്ട് കാര്യങ്ങൾ ഉയർന്നു നിന്നിരുന്നു. ഒന്ന്, ഡിപ്പോർട്ടേഷൻ ഓഫ് ഇല്ലീഗൽ ഏലിയൻസ് ഫ്രം അമേരിക്ക. അതുപോലെ അതിനെ നിർബന്ധിപ്പിക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങളെ ഡിപ്പോർട്ടേഷൻ സമ്മതിക്കാൻ വേണ്ടി ട്രേഡ് വാർ ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അത് ശരിക്കും കൊളംബിയയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുകയുണ്ടായി. കാരണം കൊളംബിയയിലേക്ക് 2 പ്ലെയിനിൽ ഡിപ്പോർട്ട് ചെയ്ത ആളുകളെ അയച്ചപ്പോൾ കൊളംബിയ അവരെ അവിടെ ലാൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ല, അവർ തിരിച്ചയച്ചു. അപ്പോൾ ഉടനെ തന്നെ കൊളംബിയക്കെതിരായി ഒരു ട്രേഡ് വാർ തന്നെ അദ്ദേഹം തുടങ്ങി. ഒരുപാട് ഡ്യൂട്ടീസ് കൊളംബിയൻ സാധനങ്ങൾക്കൊക്കെ ഇമ്പോസ് ചെയ്തു. അത് കൊളംബിയക്ക് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. കാരണം അവരുടെ കൂടുതലും പ്രോഡക്ട്സ് അമേരിക്കയിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് കൊളംബിയ പെട്ടെന്ന് തന്നെ ഇല്ല, ഞങ്ങൾ ഇവരെ അംഗീകരിച്ചോളാം, ഡിപ്പോർട്ടീസിനെ അക്സെപ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനൊരു ഈ ഡിപ്പോർട്ടേഷനും ട്രേഡ് വാറും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ മറ്റു രാജ്യങ്ങളും അതുപോലെ നിരാകരിച്ചാൽ ഒരുപക്ഷെ ട്രേഡ് വാർ ആകും ഉണ്ടാവുക എന്നുള്ള ഒരാശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അതിൻ്റെ കൂടെ ഇത് കൂടാതെ ഒരു പ്രശ്നമുണ്ടായത്, കുറേ ഇന്ത്യൻ ഇല്ലീഗൽ ആയിട്ടുള്ള ആളുകളെ ഇന്ത്യയിലേക്ക് നമ്മുടെ അറിവുണ്ടായിരുന്നെങ്കിലും സമ്മതമില്ലാതെ തന്നെ ഒരു പ്ലെയിൻ നിറയെ 104 പേരെ ഇന്ത്യയിലേക്ക് അയച്ചു. അവരിറങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ടത് അവർ ചെയിനിട്ടും അല്ലെങ്കിൽ ചങ്ങലയിട്ടും ഒക്കെയാണ് വലിയ 40 മണിക്കൂർ ഫ്ലൈ ഒക്കെ ചെയ്ത്. അപ്പോൾ അവരെ വളരെ ഒരു അൺഡിസൈറബിളായിട്ട് അവരെ ട്രീറ്റ് ചെയ്തു എന്നുള്ളൊരു പരാതി ഇന്ത്യയിലുണ്ടായി. അത് ലോക്സഭയിലൊക്കെ നമ്മുടെ പാർലമെൻറ്റിലൊക്കെ പ്രതിഫലിച്ചു. അങ്ങനെ ഇവിടുന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു, അദ്ദേഹം പോയാൽ ഈ കാര്യം അവിടെ പറയുമോ, അങ്ങനെയായാൽ ഈ ബന്ധത്തിന് എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള കുറേ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദർശനം തികച്ചും ബയലാട്രൽ ആയിരുന്നുകൊണ്ട്, ഉഭയകക്ഷി ബന്ധങ്ങൾ മാത്രമായിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും വന്നില്ല. ഡിപ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്കാരായിട്ടുള്ളവർ നമുക്കറിയാവുന്ന ആളുകളെ തിരിച്ചയക്കുകയാണെങ്കിൽ അവർ നമ്മൾ ഇവിടെ സ്വീകരിക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു ചർച്ചയായില്ല. പക്ഷെ അത് അവരെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്തില്ല എന്നുള്ള പരാതി അദ്ദേഹം പ്രസിഡന്റ് ട്രംപിനോട് ഷെയർ ചെയ്തോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ അടുത്ത ഷിപ്മെൻറ്റ് വരുമെന്നും അത് വളരെ ഇവരൊക്കെ നിയമം അനുസരിച്ച് ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അതങ്ങ് മാറ്റിവെക്കാനുണ്ടായിരുന്നു. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിഫൻസ് മുതൽ അഗ്രികൾച്ചർ മുതൽ എഡ്യൂക്കേഷൻ മുതൽ കൾച്ചർ വരെ ഇതുവരെ ഉണ്ടായിരുന്ന ലിങ്കേജസ്, മുമ്പുണ്ടായിരുന്ന ചർച്ചകൾ തുടരുകയാണ് ഇത്തവണ ഉണ്ടായത്. ആ തുടർച്ചയ്ക്ക് പ്രസിഡന്റ് ബൈഡന്റെ കാലത്തിനേക്കാളും നല്ല ചർച്ചകളായിരുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹബന്ധം കൊണ്ടാണ്. അപ്പോൾ രണ്ടുപേരും അന്യോന്യം നിങ്ങളാണ് നല്ല നെഗോഷിയേറ്റർ, നിങ്ങളാണ് എൻ്റെ വലിയ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു സുഹൃത്ത് അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം ഈ പുതിയ ടെക്നോളജി ആയാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും ഡിഫൻസ് കോർപ്പറേഷൻ ആയാലും എഡ്യൂക്കേഷൻ കൾച്ചറൽ കോർപ്പറേഷനിലെല്ലാം ഈ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന പോലെ തീരുമാനങ്ങളുണ്ടായി. അത് മുന്നോട്ട് പോകാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ
വളരെ വിജയകരമായ ഒരു മാറ്റം വന്നത് ഇതൊരു ഉഭയകക്ഷി ചർച്ചയായിട്ട് മാത്രം അത് ലിമിറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്.